നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചീഫ് ഗസ്റ്റ് ഇപ്പൊ വരും. ചീഫ് ഗസ്റ്റ് എന്നെ ആ കാഴ്ച കാണിക്കാനുള്ള നിർബന്ധം കൊണ്ടല്ലേ നീ എന്നെ പിടിച്ചു വലിച്ചോണ്ട് വന്നത്? കല്യാണി അവളുടെ കയ്യിൽ നിന്ന് സമ്മാനം മേടിക്കുന്നത് എനിക്ക് കാണണം. അതെന്റെ ഒരു വാശി. ഡോക്ടർ എന്നെ ജീവന്റെ കെയറിന് വേണ്ടി മാത്രം നിർത്തിയിരിക്കുക. എനിക്കത് ഇഷ്ടമാണ്. പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോണോന്ന് എന്തിനാ വാശി പിടിക്കുന്നത്? ഇപ്പോഴത്തെ ജീവിതം രസമല്ലേ? ജോലിയുണ്ട്, അമ്മയുണ്ട്, സഹോദരിയുണ്ട്. പിന്നെ കാവലിരിക്കാൻ ഞാനും. എന്നോടെന്തിനാ പിണക്കം കാണിക്കുന്നത്? ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്തോ? സാധാരണ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികളൊന്നും ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ പതിയാറില്ല. പക്ഷേ എന്താന്നറിയില്ല, ജീവനെക്കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇപ്പൊ എന്റെ പ്രാർത്ഥന എന്താണെന്നറിയോ? പഴയ ഓർമ്മകളൊന്നും തിരിച്ചു കിട്ടിയില്ലെങ്കിലും ഇപ്പോ ഉള്ളതൊന്നും ജീവൻ മറന്നു പോകരുതെന്ന. കൂട്ടത്തിൽ എന്നെയും. സുന്ദരനാകേട്ടോ. എനിക്ക് ഈ ലോകത്ത് ആരെയും വേണ്ട, നിന്നെയും വേണ്ട. എന്റെ ഓർമ്മകളിൽ ഒറ്റ ആളേ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലായോ?
ആരാ? അമ്മ മറച്ചു വെക്കുന്നത് ആരെയാ? ഞാൻ കണ്ടെത്തിക്കോളാം. യെസ് യെസ്, ചീഫ് ഗസ്റ്റ് വന്നാൽ ഉടനെ ഫംഗ്ഷൻ തുടങ്ങും. ഇപ്പോ സെലിബ്രിറ്റി സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത് തന്നെ സോഷ്യൽ മീഡിയ അല്ലേ. വീണ ഒരു ഫാഷൻ മോഡലാ. സോഷ്യൽ മീഡിയയിൽ നല്ല ഫോളോവേഴ്സും ഉണ്ട്. സാംസ്കാരിക നായകന്മാരെ വിളിക്കുന്നത് ഇപ്പൊ പതിവില്ലല്ലോ. ഇപ്പൊ എല്ലാം സെലിബ്രിറ്റീസിന്റെ കയ്യിലല്ലേ. എനിവേ, ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. പത്മ ടീച്ചറെ, ഞാൻ ആദ്യമായിട്ടാ ഈ സെലിബ്രിറ്റിയെ കുറിച്ച് കേൾക്കുന്നത്. ഓരോരുത്തരുടെ ഭാഗ്യം അല്ലാതെ എന്ത് പറയാന്. ചീഫ് ഗസ്റ്റ് ഇപ്പൊ വരും. ചീഫ് ഗസ്റ്റ് എന്നെ ആ കാഴ്ച കാണിക്കാനുള്ള നിർബന്ധം കൊണ്ടല്ലേ നീ എന്നെ പിടിച്ചു വലിച്ചോണ്ട് വന്നത്? കല്യാണി അവളുടെ കയ്യിൽ നിന്ന് സമ്മാനം മേടിക്കുന്നത് എനിക്ക് കാണണം. അതെന്റെ ഒരു വാശിയ. സാറേ, അവര് പറഞ്ഞ സമയത്ത് തന്നെ വരുമായിരിക്കല്ലോ അല്ലേ? എത്തുമായിരിക്കും. പറഞ്ഞ ടൈം ആവുന്നല്ലേ ഉള്ളൂ. അവര് പോണ്ട വേണമെന്ന് പറഞ്ഞു. സമയത്ത് എത്തുമായിരിക്കും. ടീച്ചറെ, അവര് വരുന്നുണ്ട്. ഗർഭിണിയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.